നേതൃയോഗം വിളിച്ചിരിക്കുന്നു. CPI വിജയ്ക്ക് പിന്തുണ നൽകുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യും. അതിനിടെ പന്ത് TVKയുടെ കോട്ടിലെന്ന അണ്ണാ DMK അഭിപ്രായപ്പെട്ടു. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, റിസോർട്ട് രാഷ്ട്രീയമൊക്കെ പതുക്കെ തുടങ്ങുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ അത്തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ ഉറപ്പായി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് സീറ്റുകൾ കൂടി ആവശ്യമുള്ളൂ, വളരെ കുറച്ചു പേരുടെ പിന്തുണ കൂടി ആവശ്യമുള്ളൂ. എന്തൊക്കെയാണ് ഈ സമയത്ത് അധികാരം ആഗ്രഹിക്കുന്നവരൊക്കെ ചെയ്യുന്നത്? കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 MLA-മാരുടെ പിന്തുണ മതി വിജയ്ക്ക് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനും TVKയുടെ സർക്കാർ രൂപീകരിക്കാനും. പക്ഷേ CPI, CPM, VCK എന്നീ 3 പാർട്ടികൾ തീരുമാനമെടുക്കണം. ഈ 3 പാർട്ടികളും DMK-യുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പാർട്ടികളാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷത്തിന് ലഭിച്ച പരിഗണനയാണ്. അതിനപ്പുറത്തേക്ക് ഈ 3 പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള സ്വാധീനമില്ല. DMK-യുടെ വോട്ട് കൊണ്ടാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് DMK ഇട്ടെറിഞ്ഞ് പോകാൻ കഴിയില്ല. എന്നാൽ TVK, വിജയ് BJP പാളയത്തിലേക്ക്, NDA പാളയത്തിലേക്ക് പോകാതെ നോക്കുകയും വേണം. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരു പിന്തുണ കൊടുക്കണമോ എന്ന കാര്യത്തിൽ CPI ഇന്നത്തെ ഈ നേതൃയോഗത്തിൽ തീരുമാനമെടുക്കും. CPM ഇന്ന് തീരുമാനമെടുക്കും. കോൺഗ്രസ് പിന്തുണച്ചുകൊണ്ടുള്ള കത്ത് ഇന്ന് ഗവർണർക്ക് നൽകും. മാത്രവുമല്ല, അണ്ണാ DMK-യിലെ 40 MLA-മാർ വിജയ്ക്ക് പിന്തുണ കൊടുക്കണമെന്ന അഭിപ്രായമുള്ളവരുണ്ട്. അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വിഷയമാണ്. അതുകൊണ്ട് അണ്ണാ DMK ആണിപ്പോൾ സമ്മർദ്ദത്തിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം.